നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പല ആളുകൾക്കും മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പിനകത്ത് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിങ് ആപ്പ്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിലെ മെസ്സേജിലൂടെ നമ്മൾ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മെസ്സഞ്ചറുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സിലൊക്കെ നമ്മൾ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പലപ്പോഴും ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തെറ്റുകൾ സംഭവിക്കുമെന്നുള്ളതാണ്. അത് മലയാളത്തിലാണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൃത്യമായ മലയാളം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് തെറ്റ് പറ്റാതെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാൻ നമ്മുടെ കീബോർഡ് നമ്മളെ സഹായിക്കും. ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വേർഡുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരികയൊക്കെ ചെയ്യും. വളരെ വ്യത്യസ്തവും അധികം ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വാട്സപ്പ് പ്രൊഫൈൽ എടുത്തിരിക്കുകയാണ്. അതിനകത്തൊരു കീബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കീബോർഡിനകത്ത് മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുന്നത്, ഈ കാണുന്ന സെറ്റിങ്സ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്ക് വരും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കീബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും, ഇംഗ്ലീഷിലോ അറബിയിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കീബോർഡാണ്. ഇതിലൊരുപാട് ഫീച്ചറുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒട്ടനേകം ഫീച്ചറുകൾ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകളുള്ള കീബോർഡാണ്. ഇത് ഗൂഗിളിൻ്റെ കീബോർഡാണ്. ജി ബോർഡ് എന്നാണ് കീബോർഡിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ ഇത് ഇൻബിൽഡായിട്ട് തന്നെ കീബോർഡായിട്ട് വരുന്നുണ്ട്. കീബോർഡ് ഇതിനകത്ത് ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണിക്കും. ലാംഗ്വേജുകൾ ഏതൊക്കെയാണോ വേണ്ടതെങ്കിൽ മുകളിൽ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഞാനിവിടെ ഇംഗ്ലീഷും അറബിയും മലയാളവും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലാംഗ്വേജുകൾ വേണമെങ്കിൽ താഴെ ആഡ് കീബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജുകളാണോ വേണ്ടതെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ സാധിക്കും കറക്ഷൻസ് ആൻഡ് സജഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചറുകൾ. പല മൊബൈൽ ഫോണുകളിലും ഇത് ഓഫ് ആയിരിക്കും, ചില മൊബൈൽ ഫോണുകളിലൊക്കെ ഇത് ഓൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ കറക്ഷൻ. നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വേർഡ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ സ്പെല്ലിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നമുക്ക് കാണിച്ചു തരികയും ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ കീബോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്ത് തരും. അതിനുവേണ്ടി നമുക്കിത് ഒന്നാമത്തെ ഓൺ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓട്ടോ ക്യാപിറ്റലൈസേഷൻ എന്നാണ്. ഇവിടെ താഴെ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് വേർഡ് നമ്മൾ സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കീബോർഡിനകത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആ ലൈൻ ഇവിടെ കാണിക്കും. രണ്ടാമത്തത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഭാഗത്തേക്ക് വരാൻ ഇവിടെ സ്പെൽ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും വേർഡുകൾ മിസ്സാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡുകൾ അധികമായി വരികയോ അല്ലെങ്കിൽ സ്പേസ് വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പെൽ ചെക്ക് ചെയ്ത് നമുക്കത് കറക്ഷൻ ചെയ്ത് തരും. ഗ്രാമർ ചെക്ക്, പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്രാമർ കൃത്യമായി വരില്ല. നമ്മൾ സാധാരണ ആ ഒരു മെസ്സേജ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനകത്ത് ഗ്രാമർ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഗ്രാമർ ചെക്ക് നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡോണ്ട് സജസ്റ്റ് ഒഫൻസീവ് വേർഡ്, ഒഫൻസീവ് ആയിട്ടുള്ള വേർഡുകൾ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ 3-4 സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളൊക്കെ മലയാളത്തിലോ നിങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പല ആളുകൾക്കും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആളുകളാണ്. തെറ്റാതെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഇത് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.